ഇവിടെ വളരെ പ്രത്യേകതയുള്ളൊരു വീടാണ്. ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. രാജീവ് ഗാന്ധി, മദർ തെരേസ, സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യർ, ശ്രീബുദ്ധൻ, ചട്ടമ്പി സ്വാമികൾ, യേശു ക്രിസ്തു, യേശുദാസ്, വേളാങ്കണ്ണി മാതാവ്, ശ്രീനാരായണ ഗുരു, മാതാവ്, മന്നത്ത് പത്മനാഭൻ, കുമാരനെല്ലൂരമ്മ, യേശു ക്രിസ്തു, ശ്രീനാരായണ ഗുരു. വളരെ പ്രത്യേകതയുള്ളൊരു വീടാണിത്. ചെമ്മനാട്ടുകരി വൈക്കത്ത് കായലിൻ്റെ തീരത്താണ് വീടിരിക്കുന്നത്. ചേട്ടാ പേരെന്താണ്? ശ്രീ രജനീകാന്ത്. ആ, പേരിൽ തന്നെ അതാണ് എൻ്റെ എല്ലാത്തിലും ഒരു സസ്പെൻസ് നിലനിർത്തുകയും പ്രത്യേകതയും ഉള്ള ചെയ്യുന്നതാണ്. വീടെല്ലാം കാണിച്ചല്ലോ. എല്ലാ ദൈവങ്ങളും, എല്ലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള പരിഷ്കർത്താക്കൾ എല്ലാവരും ഈ വീട്ടിലുണ്ട്. കൂടെ രജനീകാന്തും. ആരൊക്കെയുണ്ട് കൂടെ? മക്കൾ? അച്ഛനില്ല. കല്യാണം കഴിച്ചിട്ടില്ല. വളരെ പ്രത്യേകത തോന്നിയ കാരണമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ ഇപ്പം അവരെയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നതിന് കാരണം എന്താണ്? കാരണം വേറൊന്നുമില്ല, അവർ ഒരുപാട് നന്മകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ പാത എന്ന് പറയുമ്പോഴത്തേക്കും ശാന്തിയും സമാധാനം നിറഞ്ഞതാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ആവശ്യം അതാണ്. ഇപ്പോഴത്തെ കലുഷിതമായ യുദ്ധങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവർ പഠിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കുക? പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാറുണ്ട്. വായിക്കാൻ ഒരുപാട് കഴിഞ്ഞിട്ടില്ല. വായിച്ചുകൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തുള്ള ഇപ്പോൾ ബൈബിളുണ്ട്, ഖുർആനുണ്ട്, ഗീതയുണ്ട്, എല്ലാം വായിച്ചു തീർന്നു. എല്ലാം വായിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് വായിച്ചോ 2 റൗണ്ട് വായിച്ചോ? ഒത്തിരി വായിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി മനസ്സിലാക്കാൻ കിട്ടുള്ളൂ. എല്ലാ ബൈബിളും ഖുർആനും ഗീതയും വായിച്ചു തീർത്തു. പിന്നെ ഭാഗവതം, ഇതിലെല്ലാം വായിച്ചു. ഇത് 3 വായിച്ചപ്പോൾ എന്താണ് ഒരു മനസ്സിൽ തോന്നിയത്? ഏകീയമായിട്ടുള്ള ഒരു കുളിർമയാണ് ഉണ്ടാകുന്നത്, ഒരു അനുഭൂതി, ഒരു അനുഭവം. അപ്പോൾ ഇതിലൂടെ പഠിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുകയും പരസ്പരം സ്പർദ്ധയൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഗുരുവൊക്കെ പറയുന്നത്, മനുഷ്യൻ നന്നായിരിക്കുക എന്നുള്ളത്. മനുഷ്യൻ നന്നായാൽ മതി, മതമേതും ആയിക്കോട്ടെ. മതത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ സത്ത് ഏകമാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും തത്വം ഒന്നായതുകൊണ്ട് മനുഷ്യനാണ് ഇവിടെ. ഈ ഗുരു പറഞ്ഞിരിക്കുന്ന കാതൽ ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടല്ലോ. ഖുർആനിലുണ്ടോ? ഉണ്ടല്ലോ. ഗീതയിലും ഉണ്ട്. ഇതെല്ലാം പറയുന്നത് ഇത് ഏകമാണ്. അപ്പൊ ഏക ദൈവമാണെന്നുള്ളതാണ്. പല പേരുകളിൽ വരുന്നത്. നമ്മൾ കണക്കില്ലാതെ സ്നേഹിച്ചു പോകുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമുക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ യുദ്ധങ്ങളായി മനുഷ്യൻ ഇല്ലാണ്ടാവുകയാണ്. അതെ 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 അതെ. ഇപ്പൊ യുദ്ധങ്ങളിൽ തന്നെ എത്ര പേര് കുട്ടികൾ താൻ ചത്ത് മീൻ പിടിക്കുന്നതിന് തുല്യമില്ലേ? അതുകൊണ്ട് എന്താ നേട്ടം ഇവിടെ? അല്ല, ഒരിക്കലും യുദ്ധം കൊണ്ട് ഒരു നേട്ടം ജനങ്ങൾക്കുണ്ടാവില്ല. ഉണ്ടാകുന്നില്ല. സമാധാനം നഷ്ടപ്പെടുകയില്ല. എത്രയോ അമ്മമാരുടെ കണ്ണീര് നമ്മൾ കാണുന്നു. TV ഒന്ന് തുറന്നു നോക്കും, അല്ലെങ്കിൽ റേഡിയോ വെച്ച് നോക്കും. എത്രയോ മാറത്തടിച്ചാണ് അവരെത്രയോ കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവരിങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അച്ഛനൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഉപ്പായിക്കാണെങ്കിലും ബാപ്പായിക്കാണെങ്കിലും ഉമ്മായിക്കാണെങ്കിലും ഒക്കെ സഹിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കണം. ഈ ചെറിയ കുടില് സ്വാഭാവികത്തോടെ വളരുന്ന നമ്മൾ താമസിക്കുന്ന ആഗ്രഹങ്ങൾ കൂടുതലില്ല. സർവേശ്വരൻ തരുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഈശ്വര നിശ്ചയത്തിൻ്റെ പരിമിതമായ ആഗ്രഹങ്ങൾ, അങ്ങനെ ആയിട്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. സ്വസ്ഥം സൗഹൃദം, മരണം വരെ ശാന്തിയും സമാധാനവും നിവർന്നു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞാൻ നിർത്തിയാണ് കേട്ടോ. എല്ലാവരും ഒരു ആശംസ പറഞ്ഞു. എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാവട്ടെ എന്ന് വളരെ ആശംസയോടുകൂടി നേരുകയാണ്. ഓക്കെ, താങ്ക് യു.